ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങൾ ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഞാൻ കുറേ നേരം കൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുക. അപ്പോൾ ഇന്ന് ഈ രാം മന്ദിറിൻ്റെ ഇതായതുകൊണ്ട് ഞങ്ങളുടെ ഈ സൊസൈറ്റിയിലും എന്താണ്ട് ഇതുപോലൊക്കെ എല്ലാം അലങ്കരിച്ച് രാവിലെ തൊട്ട് ഇങ്ങനെ പാട്ടും പൂജയും ഓരോന്നൊക്കെ ആയിട്ടിരിക്കുക. അപ്പോൾ സൗണ്ട് കാരണം ഭയങ്കര സൗണ്ടാണ്. നമ്മുടെ തൊട്ട് ഫ്രണ്ടിലല്ല ഈ കാണുന്നത്. അതുകൊണ്ട് ഞാൻ കുറേ നേരം കൊണ്ട് ഇപ്പം തീർന്നു പക്ഷേ തീരുന്ന ഒരു ഇതും കാണുന്നില്ല. ഇപ്പം ഒരു 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചെന്നാൽ അങ്ങ് എഡിറ്റ് ചെയ്തേക്കാം. ജനലൊക്കെ അടച്ചിട്ടേക്കും, എന്നാലും അവിടുത്തെ ആ പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അറിയിച്ചാൽ പറഞ്ഞു എനിക്ക് രാവിലെ ഡബ്ബ വേണമായിരുന്നു. അച്ചാറിടുന്ന കൊടുക്കാനുള്ള ഡബ്ബ തീർന്നു പോയി. അപ്പോൾ രാവിലെ ഡബ്ബ വാങ്ങിക്കണമായിരുന്നു. പിന്നെ ഇച്ചിരി വിനെഗറൊക്കെ വേണമായിരുന്നു. അപ്പോൾ അറിയിച്ചാൽ പറഞ്ഞു അവിടെ നല്ല ഉഴുന്നുവട കിട്ടും രാവിലെ, ഉഴുന്നുവടയും ചട്നിയും സാമ്പാറും ഒക്കെ, അത് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അങ്ങനെ ഉണ്ടാക്കിയില്ല. അപ്പോൾ നല്ല ഉഴുന്നുവടയെന്ന് വെച്ചാൽ നല്ല മുരിഞ്ഞ ഉഴുന്നുവട. അപ്പോൾ രാവിലെ അതാ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ എല്ലാവർക്കും ഉഴുന്നുവടയും കൊടുത്തു. ലാസ്റ്റിൽ പ്രൈസമോന് ആണെങ്കിൽ ഈ അങ്ങനെ തിന്നുന്ന ചമ്മന്തി ഒന്നും കൂട്ടി കഴിക്കുന്നത് ഇഷ്ടമല്ല, അവൻ അങ്ങനെ അങ്ങ് തിന്നും. അപ്പോൾ ഇത് ഞാനെല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയെല്ലാം ആലകോലമായിട്ട് കിടക്കുക. ഇന്നലെ ഇട്ട അച്ചാറിൻ്റെ പാത്രം എനിക്ക് കഴുകാനായിട്ട് കിടക്കുന്നു. അപ്പം അവന് കുളിക്കാനുള്ള വെള്ളം റേച്ചാൻ ഇവിടെ പഠിപ്പിക്കുക അവനെ ഗ്യാസേ വെക്കാൻ. റേച്ച അടുത്ത് നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞു ഇത് കാണിച്ചത് എന്തിനാ അങ്ങനെ ചെയ്യാൻ പോയെന്നും പറഞ്ഞ് അവനും പഠിക്കട്ടെന്നും പറഞ്ഞ് അവരെ അടുത്ത് നിർത്തി പഠിപ്പിക്കുക. അടുക്കളയെല്ലാം വൃത്തികേടായിട്ട് കിടക്കുക. അതെ, നിങ്ങളൊന്നും ചിന്തിക്കല്ലേ. ഞാൻ അടുക്കള ഇതെല്ലാം ചെയ്തിട്ട് അകത്ത് പോയി അച്ചാറിൻ്റെ അതൊക്കെ ഒന്ന് ശരിയാക്കുന്ന നേരം കൊണ്ട് ഇവിടെയുള്ള പരിപാടിയാണ് ഇത്. ഇതെന്ന് പറയുന്നത് പോൾമോൻ്റെ കോളേജിലെ പ്രോഗ്രാമിൻ്റെ കുറച്ചൊക്കെ ഞാൻ ക്ലിപ്പ് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മ്യൂസിക്കായിരുന്നു. ഞാൻ അതങ്ങ് മ്യൂട്ട് ചെയ്ത്. ഒന്നാമതെ യൂട്യൂബ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് നോക്കിയിരിക്കും. അതുകൊണ്ട് ഇനി എന്തോ കോപ്പിറൈറ്റ് വന്നാലോ എന്ന് പറഞ്ഞ് ഞാൻ ആ സിനിമ സോങ് ആയിരുന്നു, അതങ്ങ് മാറ്റി. അവൻ്റെ ക്ലാസ് ടീച്ചറാണ് യെല്ലോ കളറിലെ സാരി ഉടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടെ ക്ലിപ്പുണ്ട്. ഞാൻ എല്ലാം ഒന്നും ഇട്ടില്ല, നിങ്ങൾക്ക് ബോറാകുമെന്നും പറഞ്ഞ് കുറച്ച് 2-3 ക്ലിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ പറയുന്നത് അവൻ്റെ ടീച്ചർമാരും സാറുമാരൊക്കെയാണ്. അവർ സ്റ്റേജിൽ ഡാൻസ് ചെയ്യുക. ഇന്ന് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഈ സാധനം പറഞ്ഞില്ല, ഇപ്പം കിട്ടിയ തൊമര ഒരിച്ചിരി വേവുള്ളായതുകൊണ്ട് ഞാൻ ആ തൊമര ആദ്യം അങ്ങ് 2 വിസിലടിച്ചൊന്ന് വേവിച്ച് ഇത്തിരി മഞ്ഞപ്പൊടിയും വെള്ളം ഇട്ട്, അത് കഴിഞ്ഞ് കഷ്ണങ്ങൾ ഞാനവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കഷ്ണങ്ങളിട്ട്, ഇവിടുത്തെ കഷ്ണങ്ങൾ ഞാൻ പറഞ്ഞില്ലേ സാമ്പാർ കഷ്ണങ്ങൾ കഷ്ണമായിട്ട് കിടക്കത്തില്ല. അത് ഇച്ചിരി ഒന്ന് ഞാൻ നന്നായി വേവിക്കും. കാരണം ഇവർക്കിടെ കഷ്ണങ്ങൾ അങ്ങനെ എടുത്ത് മാറ്റി വെക്കുന്നത് കൊണ്ട് നന്നായി ഒന്ന് ഞാൻ വേവിക്കും. അപ്പം നിങ്ങൾ കണ്ടിട്ട് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും അത് ചിന്തിക്കല് അയ്യേ ഇതെന്തൊരു സാമ്പാർ, ഇവരൊക്കെ എന്തോ സാമ്പാർ വെക്കാൻ അറിയത്തില്ലേന്ന്. സാമ്പാറൊക്കെ വെക്കാൻ അറിയാം. ഈ പിള്ളേരെ ഉദ്ദേശിച്ചും ഇവിടെയുള്ള മനുഷ്യരെ ഉദ്ദേശിച്ചുമാണ് ഞാൻ ഈ
പച്ചക്കറികളങ്ങ് വേവിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് പച്ചക്കറികൾ ഇട്ടിട്ട് ഇതിൻ്റെ അകത്ത് ഇത്തിരിയും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഒരു സ്വല്പം കഷ്ണങ്ങളിലൊക്കെ ഇത്തിരി കളറ് കിട്ടാൻ വേണ്ടി സ്വല്പം മഞ്ഞപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ചിലപ്പം ഞാൻ പൊടികളെല്ലാം കൂടെ ചൂടാക്കി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് വിസിലടിക്കും. അപ്പോൾ ഇന്ന് അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് അടപ്പത്ത് വെച്ചിട്ട് ഞാൻ ലിക്വിഡ് നിറച്ച് വെക്കണമായിരുന്നു. ലിക്വിഡൊക്കെ നിറച്ച് വെച്ചിട്ട് പാത്രങ്ങൾ കഴുകണമായിരുന്നു. ഇതെല്ലാം ഒന്ന് ചെറിയ പാത്രങ്ങളെല്ലാം ഒന്ന് ഒതുക്കിയിട്ടേ എനിക്ക് അച്ചാറിൻ്റെ ആ പാത്രം ഒന്ന് കഴുകാൻ പറ്റത്തുള്ളൂ. അത് എടുത്തു വെക്കാൻ തന്നെ നല്ല വെയിറ്റാണ്. ഇപ്പം ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഞാൻ അതൊന്ന് കഴുകി എടുത്തുകൊണ്ട് ബാൽക്കണി വെക്കണം. അതൊന്ന് ഉണക്കിയെടുക്കണം. പ്രൈസൻ ഇവിടെ ഉണ്ട്. ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ സൗണ്ട് ഞാൻ നോർമലി സംസാരിച്ചാലും ഇല്ലേ വഴക്ക് പറയാൻ പോകുന്നത് പോലെ സംസാരിക്കുന്നത്. ഞാൻ അങ്ങനല്ല, ഞാൻ എൻ്റെ സംസാരം അങ്ങനെ കേട്ടോ, ദേഷ്യപ്പെട്ടുള്ള സംസാരമല്ല. ഞാൻ നേരെ ഇട്ട് ഈ ചെയർ എടുത്തിട്. നേരെ നിന്നോട് പഠിക്കാൻ പറയണ നീ ഇപ്പം എന്തോടുത്തോണ്ടിരിക്കുക? ക്രാഫ്റ്റ് എന്തോ ചെയ്യുക? എന്നിട്ട് മറാഠി ഒന്ന് എടുത്ത്. ഞാൻ ഈ ഉരുളിയെല്ലാം കഴുകിയിട്ട് ആ ഉരുളിയുടെ അടപ്പുണ്ടല്ലോ അത് ഇത്തിരി വലുതാണ്. അതെന്നാൽ ആ ജനലിൻ്റെ അവിടോട്ട് ചാരി വെക്കാമെന്നും പറഞ്ഞ് ഞാൻ അങ്ങോട്ടൊന്ന് വെച്ച്. അപ്പം എന്താണ്ട് അത്രയിടം എൻ്റെ ജനൽ ഇത്തിരി ഒന്ന് ഓപ്പൺ ചെയ്തിരിക്കുമായിരുന്നു. അവിടെ ആയിരുന്നു ഞാൻ ഈ പാത്രം കഴുകുന്ന ലിക്വിഡ് നിറച്ച് വെച്ചേക്കുന്ന ബോട്ടിൽ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഡക്കൺ ഞാനിങ്ങനെ വെച്ചതുമല്ല, ഡക്കൺ ഇങ്ങോട്ടിങ്ങ് ഉരുണ്ട് വന്ന് ആ ബോട്ടിൽ അങ്ങ് താഴെ പോയി. എൻ്റെ ദൈവമേ, ഞാൻ ആകെ പേടിച്ചു പോയി, ആരുടെയെങ്കിലും തലമണ്ടേ വീഴുമെന്നും പറഞ്ഞു. പിന്നെ ഞാൻ പ്രൈസനെ പോയി വിട്ട് ബോട്ടിലെടുത്തുകൊണ്ട് വന്ന് ബോട്ടിലിൻ്റെ എല്ലാം ലിക്വിഡ് പോയി. അപ്പം ഞാൻ ആ ലിക്വിഡ് അതങ്ങ് കളഞ്ഞു. പിന്നെ എന്തെങ്കിലും ബോട്ടിൽ വേണ്ടേ നിറച്ച് വയ്ക്കാൻ. പിന്നെ വീണ്ടും ഒരു ബിസ്ലറിയുടെ ബോട്ടിലുണ്ടായിരുന്നു ഇവിടെ. അതിൻ്റെ അകത്ത് ഞാൻ ഈ ലിക്വിഡ് ഒഴിച്ച് അതൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഞാൻ പറഞ്ഞില്ല അന്ന് ഞങ്ങൾ വാങ്ങിച്ച ലിക്വിഡാണ് ഇത്. ഒരു ഇച്ചിരിയും ഇത്രയും ഞാൻ എടുത്തിട്ട് ഡൈല്യൂട്ട് ചെയ്താലും നല്ല ഫോം കാണും നമ്മൾ ഈ പാത്രങ്ങൾ കഴുകുമ്പം. നല്ല പാത്രം കഴുകുന്ന ഇതാ നമുക്കന്ന് വാങ്ങിച്ചപ്പോൾ കിട്ടിയത്. ഓഫറായിട്ട് കിട്ടിയതാ. പിന്നെ ഇനി ദീപാവലി സമയത്ത് ആണെന്ന് തോന്നുന്നു. ഞാനിവിടെ പാനിൻ്റെ അകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി. ഇപ്പം കഷ്ണങ്ങൾ താണ്ട ഇതിങ്ങനെ വെന്തിട്ടുണ്ട്. ഞാൻ അതൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം കുറുകുറായിരിക്കും ഈ ഇത്രയും കഷ്ണങ്ങളങ്ങ് വേവുന്നത് കൊണ്ടും. അപ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്തിട്ട് കായപ്പൊടി ഞാൻ കടുക് വറക്കുന്ന സമയത്ത് ചേർക്കും. എന്നിട്ടിത് ആവശ്യത്തിനുള്ള ഉപ്പും പുളിവെള്ളവും ഞാനവിടെ വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്നുകൂടെ ഒന്ന് തിളപ്പിക്കണം. കാരണം വീണ്ടും നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ടല്ലോ. ഇപ്പം വെള്ളമൊന്നും ഒഴിച്ചില്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് അങ്ങ് കടുക് വറുത്ത് ചേർത്താൽ മതിയായിരുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അടപ്പത്ത് വെക്കട്ടെ. ഇന്നിപ്പോൾ സാമ്പാർ വെക്കുകയാണെങ്കിൽ നമുക്ക് നാളെ ബ്രേക്ക്ഫാസ്റ്റിനും കൂടെ അത് ഉണ്ടാകും. അതുകൊണ്ട് സാമ്പാർ വെക്കുമ്പം 2 ഗുണങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം എന്നോട് ഈ മുംബൈയിലുള്ള എൻ്റെ സബ്സ്ക്രൈബർ കമൻറ്റ് ഇട്ട് ചോദിച്ച് ഇരുമ്പമ്പുളി, ഞാനും മുംബൈയിലാണ്, മഹാരാഷ്ട്രയിലാണ്, ഇരുമ്പമ്പുളി എവിടെ നിന്നായിരുന്നെന്ന്. ഞാൻ റിപ്ലൈ കൊടുത്തു. അത് ഞങ്ങളുടെ സൊസൈറ്റിയിലേ അവർ നട്ട് വളർത്തിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞ വർഷം തൊട്ട് അത് കായ്ച്ചത്. അപ്പം നമ്മുടെ ഫ്രണ്ടിലാണ് അത് കാണാം നന്നായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പം ഞാനതിനെ നോക്കിയിരിക്കും. അതുകൊണ്ട് ഉണ്ടായപ്പം പോയി പറിച്ചുകൊണ്ട് വന്നതാണ്. പ്ലാവും ഉണ്ട്. ചക്ക ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോരുത്തർക്കൊന്നീ വീതിച്ചു കൊടുക്കും, ചോദിക്കുന്നവർക്കല്ലെങ്കിൽ കൊടുക്കും. സാമ്പാറെല്ലാം തിളച്ച് ഞാൻ അങ്ങോട്ട് വാങ്ങി വെച്ച് ഇനി ഇതിലേക്ക് ഇച്ചിരി കടുകൂടെ വറുത്ത് ചേർക്കണം. കടുകിട്ട് ഉള്ളി, കറിവേപ്പില, ഇനി ഇച്ചിരി കായപ്പൊടിയും കൂടെ ചേർക്കും. ഈ സമയം നിങ്ങൾക്ക് മസാലകൾ വല്ലതും കുറവായിട്ടുണ്ടെങ്കിൽ ഈ വറക്കുന്നതിൻ്റെ അകത്ത് ചേർക്കാം.
അപ്പം സാമ്പാർ റെഡി ആയായിരുന്നു. അപ്പം കൊച്ചിന് സാമ്പാറും 2 ചപ്പാത്തിയും സാമ്പാറൂടെ കൊടുത്തു. പക്ഷേ അവൻ ഒരെണ്ണേ കഴിച്ചുള്ളൂ. സാമ്പാറും ചപ്പാത്തിയും നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നല്ല കോമ്പിനേഷനാണ്, എനിക്കിഷ്ടമാണ്. അവൻ ഈ സമയത്തൊന്നും അങ്ങനെ ആഹാരം എടുക്കാൻ തുടങ്ങിയില്ലായിരുന്നു. 2-3 ദിവസം പനിയൊക്കെ അല്ലായിരുന്നു. അതുകൊണ്ട് നിർബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത് ഒരെണ്ണമെങ്കിലും കഴിക്കുന്നത്. അങ്ങനെ ഒരെണ്ണം നിർബന്ധിച്ച് കഴിച്ചു. അച്ചാറൊക്കെ പാക്ക് ചെയ്ത് ഞാനിവിടെ കൊണ്ട് വെച്ചേക്കുന്നേ ഉള്ളൂ. വൈകിട്ട് അത് സീലൊക്കെ ചെയ്യണം. അവൻ 2 ചപ്പാത്തി കൊടുത്തിട്ട് ഒരെണ്ണേ കഴിച്ചുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം കുറച്ച് അങ്ങോട്ട് പെട്ടെന്ന് കഴിപ്പം അങ്ങോട്ട് ശരിയാവുന്നില്ല ആളിന്. അസുഖം പനിയൊക്കെ വന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോ ഇന്നലത്തെ വീഡിയോ കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ചെറുതായതുകൊണ്ട് ഞാൻ ഇന്നലത്തേതുകൂടെ എടുത്ത് ഇതിൻ്റെ അകത്തോട്ടിട്ടതാണ്. ഇത് ഞാൻ ഇന്നലെ അത് ഇടാൻ പറ്റിയില്ല എനിക്ക്. അത് ഞാനിങ്ങനെ സെലക്ട് ചെയ്തോണ്ടെങ്കിൽ ഇത് പുറകെ പോയി കിടക്കുമായിരുന്നു. അപ്പോൾ റേച്ചാൻ വന്ന ഉടനെ ഗ്രേപ്സ് നമുക്ക് സീസൺ അനുസരിച്ചല്ലേ ഈ ഫ്രൂട്ടുകൾ വരുന്നത്. അപ്പോൾ തണുപ്പ് സമയത്താണ് ഗ്രേപ്സ് വരുന്നത്. അതൊട്ട് തണുപ്പ് സമയത്ത് ആൾക്കാർക്ക് കഴിക്കാനും പറ്റത്തില്ല. കഴിക്കുന്നവരൊക്കെ ഉണ്ട്. നമ്മളെ ഈ കൂടുതലും നമ്മുടെ ഈ കേരളീയർക്ക് ഓരോന്ന് കഴിച്ചാൽ ചുമ വരും, അതും ഇതും. ഇവിടെ ഉള്ളവർക്കെല്ലാം ഒരു കുഴപ്പവും ഇല്ല, എല്ലാം അവർ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം റേച്ചാൻ കറുത്ത ഗ്രേപ്സും കൊണ്ടുവന്നു. കറുത്ത ഗ്രേപ്സിന് ഇത്തിരി വില കൂടുതലാണ്. ഇവിടുത്തെ ഗ്രേപ്സിൽ അരി ഒട്ടും കാണത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഗ്രീൻ്റെ അകത്താണെങ്കിലും അരിയില്ല. നാട്ടിലാണെങ്കിൽ അരിയുണ്ടല്ലേ. പക്ഷേ എനിക്ക് നാട്ടിലത്തെ ആ അരിയുള്ള ഗ്രേപ്സിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം. പക്ഷേ അതങ്ങോട്ട് തിന്നുമ്പോൾ നമുക്കില്ല അരിയുടെ ഇതുകൊണ്ട് ഒരിത്തിരി ബുദ്ധിമുട്ട് വരും, കറുമുറ കടിക്കുമ്പോൾ. അപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്നു. ഞാനാണെങ്കിൽ ഒന്ന് വീഡിയോ എടുക്കേണ്ടിയിട്ട് ഇങ്ങനെ മുറത്തിലൊക്കെ ഇട്ടേ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഉടനെ എടുത്ത് പാത്രത്തിലിട്ട് ഉപ്പും വിനാഗിരി ഇട്ട് അവിടെ വയ്ക്കും. പിന്നെ പാളയംതോടൻ പഴവും കൊണ്ടുവന്നു. അപ്പം ഞാൻ പറഞ്ഞ് 2 കൂടെ എന്തിനാ ഗ്രേപ്സ് കൊണ്ടുവന്നത്, ഒരു ടൈപ്പ് തീർന്നിട്ട് ഒരു ടൈപ്പ് വാങ്ങിച്ചാൽ പോരേന്ന്. അപ്പോൾ ആ സമയത്ത് പ്രൈസമോന് ഇത്തിരി ചുമയായിരുന്നു. ഞാൻ പറഞ്ഞ അവൻ തിന്നുകയും ചെയ്യുമല്ലോ. പിന്നെ റേച്ചാൻ പറഞ്ഞ റേച്ചാൻ അങ്ങനെ നമ്മുടെ കൂട്ട് ഒത്തിരി ചുമയാന്നോ കൊടുക്കല്ലേ അങ്ങനെയൊന്നും പറയത്തില്ല. തിന്ന് പഠിക്കട്ടെന്ന് റേച്ചാൻ പറയും. അങ്ങനെ അതെല്ലാം കൊണ്ടുവന്നിട്ട് ഞാൻ അതെല്ലാം എടുത്ത് പിന്നെ വെള്ളത്തിലിട്ട് ഉപ്പും വിനാഗിരി ഇട്ട് അവിടെ വെച്ചേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കൊച്ചു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടി അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.